ന്യൂ എക്സ്ട്രയില് കാറിന്റെ ഫ്രണ്ട് ലുക്ക് തന്നെ പറയാം. ആ ഒരു ലോഗോയുടെ അടിഭാഗത്തായിട്ടാണ് ക്യാമറ അവര് കൊടുത്തിട്ടുള്ളത്. ഗ്രില്ല് വരുമ്പോൾ ഷട്ടർ ടൈപ്പ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ ഡാമുകളും കൊടുത്തിട്ടുണ്ട്. അതൊരു എയറോഡൈനാമിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് അവര് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എൽ-ഇ-ഡി ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. സൈഡിന്ന് സൈഡ് ക്ലാഡിങ്സ് വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. ബാക്കില് റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ, സ്പോയിലർ, ഷാർക്ക് ഫിൻ ആന്റിന, വൈഡ് സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ഇതെല്ലാം ഈ ഒരു എക്സ്ട്രയിൽ നൽകിയിട്ടുണ്ട്. എക്സ്ട്രയിൽ ഈ ഒരു കാറ് 3 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പേൾ വൈറ്റ്, രണ്ടാമത് ഡയമണ്ട് ബ്ലാക്ക്, 3 ചാമ്പ്യൻ സിൽവർ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വേരിയബിൾ കംപ്രഷൻ എഞ്ചിൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിസാന്റെ എക്സ്ട്രയിലാണ് 40:1 അതുപോലെ 8:1 എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ 40:1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസിയും 8:1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം പവർ ഔട്ട്പുട്ടുമാണ്. ഇതിന്റെ എഞ്ചിൻ വരുമ്പോൾ 1.5 ലിറ്ററിന്റെ 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിൽ തന്നെ 4800 RPM 161 BHP പവറും 2800-നും 3600 RPM ഇടയിൽ 300 Nm ടോർക്കുമാണ് ഇതിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈലേജ് വരുമ്പോൾ 13 ഒക്കെ അടുത്ത് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു എക്സ്ട്രയിലിന് ട്രാക്കിൽ നല്ലൊരു പെർഫോമൻസ് നൽകാൻ കഴിയുന്നുണ്ട്. ഇതൊരു ഹൈബ്രിഡ് കാറാണ്. അതുപോലെ ട്രാൻസ്മിഷൻ വരുമ്പോൾ CVT ആണ്. വെറും CVT അല്ല, എക്സ്ട്രോണിക് CVT ആണ് വരുന്നത്. ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ 585 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 55 ലിറ്ററും. ലെങ്ത് നോക്കുമ്പോൾ 4680 mm വിഡ്ത്ത് 1840 mm വീൽ ബേസ് 2705 mm ഹൈറ്റ് 1725 ഗ്രൗണ്ട് ക്ലിയറൻസ് 210 ആണ് ഈ ഒരു എക്സ്ട്രയിൽ നമുക്ക് ലഭിക്കുന്നത്. ന്യൂ നിസാൻ എക്സ്ട്രയിൽ ഇതൊരു ഹൈബ്രിഡ് കാറാണ്. കാർ CVT ആയതുകൊണ്ട് ട്രാക്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അഡ്വാൻസ് ലിഥിയം അയൺ ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ, ഇതൊരു 7 സീറ്റ് കാറാണ്. 7 എയർ ബാഗുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പാനോരമിക് സൺറൂഫ്, പാഡിൽ ഷിഫ്റ്റ്, വയർലെസ് ചാർജിംഗ്, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ഇതിൽ വരുന്നുണ്ട്. കാറിന്റെ ഇന്റീരിയറിൽ വരുമ്പോൾ ലെതറും ഫാബ്രിക്കും ചെയ്ത ഫിനിഷിംഗ് ആണ് ഡോർ പാഡിലാണെങ്കിലും സീറ്റിലാണെങ്കിലും കാണാൻ കഴിയുന്നത്. ഡാഷ്ബോർഡ് വരുമ്പോൾ ലെതർ ഫിനിഷിംഗ് ആണ്. ടോട്ടലി ഒരു ക്ലാസിക് ലുക്കാണ് കാറിന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. കാറിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഷോറൂമിൽ. നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഷോറൂമിലെ നമ്പറാണ്. അപ്പോൾ ഈ ഒരു കാർ ഇന്ത്യയിലോട്ട് ലോഞ്ച് ആകുന്ന ഏകദേശം ഒക്ടോബർ ഒക്കെ അടുത്തായിട്ടായിരിക്കും. കാറിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 65 ലക്ഷം അടുത്ത് വരുന്നുമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു കാറിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവരാണ് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിന്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.